ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റൊമക്കാണേ. അപ്പം സ്റ്റൊമക്ക് നമുക്ക് ഈസി വേയിൽ എങ്ങനെ കുറച്ചും കൂടെ മിനിമൈസ് ചെയ്ത് എളുപ്പത്തിൽ ആ ഒരു മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിപ്പോകാം. ആൻഡ് സ്റ്റൊമക്ക് എന്താണ്? സ്റ്റൊമക്ക് ഈസ് എ സാക്ക് ലൈക്ക് ജെ ഷേപ്പ്ഡ് ഓർഗൻ. എങ്ങനെയുള്ള ഓർഗനാണ്? ഇറ്റ്സ് എ ജെ ഷേപ്പ്ഡ് ഓർഗൻ ഓഫ് ദ അലിമെൻ്ററി ട്രാക്ട്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഓർഗൻസിന് അലിമെൻ്ററി ട്രാക്ട് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇറ്റ്സ് ആൻ അലിമെൻ്ററി ട്രാക്ട്. അതിലെ ഒരു ഓർഗനാണ് എന്ത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൊമക്ക് എന്താണ്? ഇസ് എ സാക്ക് ലൈക്ക് ജെ ഷേപ്പ്ഡ് ഓർഗൻ. എങ്ങനെയുള്ള ഓർഗനാണ്? ജെ ഷേപ്പ്ഡ് ഓർഗനാണ്. അലിമെൻ്ററി ട്രാക്റ്റിലെ ബിറ്റ്വീൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ബിറ്റ്വീൻ ദ ഈസോഫാഗസ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എവിടെയൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്? ഈസോഫാഗസ് എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് പൈപ്പാണ് അല്ലേ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അതായത് നമ്മുടെ സ്മോൾ ഗട്ടാണ് അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈസോഫാഗസിനും സ്മോൾ ഇൻറ്റസ്റ്റൈനിനും ഇടയിൽ വരുന്ന സ്ട്രക്ചറാണ് എന്ത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൊമക്ക് ഈസ് എ സാക്ക് ലൈക്ക് ജെ ഷേപ്പ്ഡ് ഓർഗൻ ഓഫ് ദ എലിമെൻ്ററി ട്രാക്ട് ബിറ്റ്വീൻ ദ ഈസോഫാഗസ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സ്റ്റൊമക്കിൻ്റെ ലൊക്കേഷൻ പറയുന്നത് സിറ്റുവേറ്റഡ് ഇൻ ദ എപ്പിഗ്യാസ്ട്രിക്. എവിടെയായിട്ടാണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എപ്പിഗ്യാസ്ട്രിക് അംബ്ലിക്കൽ ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഏതൊക്കെ ആ ഒരു ലൊക്കേഷൻ കവർ ചെയ്യുന്നുണ്ട്? എപ്പിഗ്യാസ്ട്രിക് റീജിയൻ കവർ ചെയ്യുന്നുണ്ട്, അംബ്ലിക്കൽ റീജിയൻ കവർ ചെയ്യുന്നുണ്ട്, ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയണും സ്റ്റൊമക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ദിസ് ഈസ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൺ ആൻഡ് ദിസ് ഈസ് ദ എപ്പിഗ്യാസ്ട്രിക് റീജിയൺ ആൻഡ് ദിസ് ഈസ് ദ അംബ്ലിക്കൽ റീജിയൺ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഏതൊക്കെ പൊസിഷനാണ് അത് ലൊക്കേഷൻ കവർ ചെയ്തേക്കുന്നത്? എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഇറ്റ്സ് എ ജെ ഷേപ്പ്ഡ് ഓർഗൻ ആണെന്ന് പറഞ്ഞു. സാക്ക് ലൈക്ക് ജെ ഷേപ്പ്ഡ് ഓർഗൻ ആണ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞത്? സിറ്റുവേറ്റഡ് ഇൻ ദി എപ്പിഗ്യാസ്ട്രിക് റീജിയനെ കവർ ചെയ്യുന്നുണ്ട്, അംബ്ലിക്കൽ റീജിയൻ കവർ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയക് റീജിയണും അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിലെ ഈ ഒരു 3 റീജിയണും ഇത് കവർ ചെയ്യുന്നുണ്ട്. എപ്പിഗ്യാസ്ട്രിക് റീജിയൻ, അംബ്ലിക്കൽ റീജിയൻ ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റൊമക്കിനെ 3 പാർട്ടായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ദ സ്റ്റൊമക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 മെയിൻ റീജിയൻ. സ്റ്റൊമക്കിനെ 3 മെയിൻ റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാർഡിയ. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കാർഡിയ. കാർഡിയ എന്താണ്? ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ, ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനെപ്പറ്റി. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. കാർഡിയ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമക്കിൻ്റെ ഈ ഒരു യെല്ലോ ലൈനിൽ കാണുന്ന കണ്ടില്ലേ, ഈ ഒരു യെല്ലോ പോർഷനിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഈ യെല്ലോ പോർഷനിൽ കാണപ്പെടുന്ന എന്താണ്? കാർഡിയ എന്നാണ് പറയുന്നത്. എന്താണ് അതിനെ പറയുന്നത്? കാർഡിയ. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് വെയർ ദ ഈസോഫാഗസ് കണക്ട് ടു ഇറ്റ്. അതായത് ഈസോഫാഗസ് ഫുഡ് പൈപ്പാണ് അല്ലേ, ഫുഡ് പൈപ്പ് വന്ന് സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് എന്ത്? കാർഡിയ എന്ന് പറയുന്നത് അല്ലേ, ഈ യെല്ലോ പാർട്ടിൽ കാണുന്നതാണ്. ആൻഡ് വെയർ ദ ഈസോഫാഗസ് കണക്ട് ടു ഇറ്റ്. എവിടെയാണ് ഈ ഈസോഫാഗസും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ? ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. എവിടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഈസോഫാഗസും സ്റ്റൊമക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം അല്ലേ, അതാണ് കാർഡിയ എന്ന് പറയുന്നത്. ആ ഒരു റീജിയൻ ആണ് കാർഡിയ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ. എന്താണ് ഈ ഒരു ഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? കാർഡിയാക് സ്പിങ്ക്റ്റർ അല്ലെങ്കിൽ ലോവർ ഈസോഫാഗസ് സ്പിങ്ക്റ്റർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്താണ്? ലോവർ ഈസോഫാഗസിൻ്റെ മുകൾ ഭാഗത്തും സ്പിങ്ക്റ്റർ ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഈ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത്. ലോവർ പാർട്ട് സ്റ്റൊമക്കുമായിട്ട് കണക്റ്റഡ് ആണ്, അവിടെ എന്തുണ്ട്? ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്. വാട്ട് ഈസ് സ്പിങ്ക്റ്റർ? ഇറ്റ്സ് എ വാൽവ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇറ്റ്സ് എ വാൽവ് അല്ലേ, ക്ലോസ് ആൻഡ് ഓപ്പൺ. അത് ഒരു ഡോറാണ് അല്ലേ, ഈസോഫാഗസും സ്റ്റൊമക്കും തമ്മിൽ ഇടയിലുള്ള ഒരു ഡോറാണ് എന്ത്? ഈ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ എന്ന് പറയും. It contains the lower esophageal sphincter, also known as the cardiac sphincter. അപ്പോൾ lower esophageal sphincter is also known as the cardiac sphincter.
ആൻഡ് വിച്ച് പ്രിവെൻറ്റ് സ്റ്റൊമക്ക് ആസിഡ് ആൻഡ് ഫുഡ് ഫ്രം ഫ്ലോയിങ് ബാക്കപ്പ്. അതായത് ഈ ഒരു കാർഡിയ പാർട്ടിൽ എന്ത് കാണപ്പെടുന്നു, ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്പിങ്ക്റ്റർ ഉണ്ട്, കാർഡിയാക് സ്പിങ്ക്റ്റർ അല്ലെങ്കിൽ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ. ഇതൊരു ഡോറാണ് അല്ലേ. ഇറ്റ്സ് എ ഡോർ, ഓപ്പൺ ആൻഡ് ക്ലോസ്. അതായത് നമ്മുടെ ഫുഡ് എൻറ്റർ ചെയ്യുകയും സ്റ്റൊമക്കിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത് ഓൾ ടൈം ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വന്ന ഫുഡും എന്താ പറയുക സോയിലും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് തിരിച്ച് ഈസോഫാഗിൽ, അതായത് ഫുഡ് പൈപ്പിലോട്ട് പോകുമല്ലോ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ സ്പിങ്ക്റ്ററാണ്. അതായത് നമ്മൾ കഴിച്ച ആഹാരം തിരിച്ച് ഫുഡ് പൈപ്പിലോട്ട് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്നതും എന്താണ്? ഈ ഒരു സ്പിങ്ക്റ്ററാണ്. അപ്പം ഇറ്റ് കണ്ടെയ്ൻസ് ദ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ, ഓൾസോ നോൺ ആസ് ദ കാർഡിയാക് സ്പിങ്ക്റ്റർ, വിച്ച് പ്രിവെൻറ്റ് സ്റ്റൊമക്ക് ആസിഡ് ആൻഡ് ഫുഡ് ഫ്രം ഫ്ലോയിങ് ബാക്കപ്പ്. നമ്മുടെ സ്റ്റൊമക്സിനുള്ളിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് തിരിച്ച് ഫുഡ് പൈപ്പിലോട്ട് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ എന്ത് സഹായിക്കുന്നത് അല്ലേ. ക്ലോസ്ഡ് ആയിരിക്കും ആ ഡോർ, അന്നേരം ക്ലോസ് ആയിരിക്കും, ആ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം ദ സ്റ്റൊമക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 മെയിൻ റീജിയൻസ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് റീജിയനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, കാർഡിയ അല്ലേ. കാർഡിയ റീജിയൻ, ആ റീജിയൻ ഈ യെല്ലോ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് ആ റീജിയൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഈസോഫാഗിൽ, ലോവർ ഈസോഫാഗിലും നമ്മുടെ സ്റ്റൊമക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പോർഷനാണ്. അവിടെ എന്തുണ്ട്? ഒരു ഈസോഫാഗൽ സ്പിങ്ക്റ്റർ, ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ അല്ലെങ്കിൽ കാർഡിയാക് സ്പിങ്ക്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ബോഡി. എന്താണ് നെക്സ്റ്റ്? ബോഡി. അപ്പോൾ ഓൾസോ നോൺ ആസ് ദ കോർപ്പസ്. എന്താണ് ഈ ബോഡി പാർട്ട് എന്ന് പറയുന്നത്? ബോഡി പാർട്ട് എന്താണ്? ഈ ഒരു സൂം ചെയ്ത് കാണണേ. ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ലാർജസ്റ്റ് പാർട്ട് ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് എന്താ ബോഡി എന്ന് പറയുന്നത്. ആ ഒരു പോർഷനിലും ഓൾസോ നോൺ ആസ് ദ കോർപ്പസ്. അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ കോർപ്പസ്. ദ ബോഡി ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കിൻ്റെ സെൻട്രൽ പാർട്ടും ലാർജസ്റ്റ് പാർട്ടും എന്ന് പറയുന്നത് എന്താണ്? ബോഡിയാണ്. എന്താണ്? നമ്മുടെ സ്റ്റൊമക്സിൻ്റെ റീജിയൻസിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. കാർഡിയ, പിന്നെന്താണ്? ബോഡി. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ബോഡി, ഫണ്ടസ് ആൻഡ് പൈലോറിസ്. അത് ഇത്രയുമാണ്. പൈലോറിക് റീജിയനുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണമാണുള്ളത്. കാർഡിയാക്ക് നമ്മൾ പറഞ്ഞു എന്താണെന്ന്. ഇനി നമ്മൾ മിഡിൽ പാർട്ടിൽ, അതായത് സെൻറ്റർ പാർട്ടിൽ എന്താ ഉള്ളത്? ബോഡി. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് എന്നും പറഞ്ഞു അല്ലേ. ദിസ് ഈസ് വെയർ മോസ്റ്റ് ഓഫ് ദ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഒക്കൂസ്. ഈ ഒരു റീജിയണില്ല, അതായത് ഈ ലാർജസ്റ്റ് പാർട്ട്, സെൻറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കിലാണ്, ഈ ബോഡി പാർട്ടിലാണ് എന്ത് നടക്കുന്നത്? മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ, മോസ്റ്റ് ഓഫ് ദ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ഒക്വർ ചെയ്യുന്നത് കേട്ടോ. ദെൻ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. എന്താണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻ ദിസ് റീജിയൺ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻ ദിസ് റീജിയൺ സെക്രീറ്റ് ആസിഡ് ആൻഡ് എൻസൈം ടു ബ്രേക്ക് ഡൗൺ ഫുഡ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പാർട്ടിൽ എന്തുണ്ട്? ഒരുപാട് എന്തുണ്ട്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. ആ ഗ്ലാൻഡ്സ് എന്ത് സെക്രീറ്റ് ചെയ്യും? ആസിഡ്സും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ്സും എൻസൈംസും ഒക്കെ സെക്രീറ്റ് ചെയ്യും. അതെന്തിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഡൈജഷന് സഹായിക്കും. അതെന്തിനു സഹായിക്കും? നമ്മുടെ ഡൈജഷന് സഹായിക്കും. അപ്പോൾ ബോഡി പാർട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. സെൻട്രൽ പാർട്ടിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ റീജിയനെ 4ആയിട്ട് തരംതിരിച്ചേക്കുന്നു. കാർഡിയ ആൻഡ് ഫണ്ടസ്, ബോഡി ആൻഡ് സ്പിങ്ക്റ്റർ. സ്പിങ്ക്റ്റർ അല്ല, പൈലോറിസ്. ആൻഡ് മിഡിൽ പാർട്ടിൽ കാണുന്ന ലാർജസ്റ്റ് പാർട്ടാണ് ബോഡി. നമ്മൾ കാർഡിയ പറഞ്ഞു, ബോഡിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബോഡിയുടെ പാർട്ടിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഫണ്ടസ്. എന്താണ്? നെക്സ്റ്റ് ഈസ് ഫണ്ടസ്. ഫണ്ടസ് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്? ഈ കാണുന്നതാണ് ഫണ്ടസ്. എന്താണിത്? ഈ ഒരു ബ്ലൂ റീജിയനിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഫണ്ടസ്. ആൻഡ് എന്താണ് ഫണ്ടസ് എന്ന് നോക്കാം. ദ ഫണ്ടസ് ഈസ് ദ ഡോം ഷേപ്ഡ് അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. എങ്ങനെയുള്ള ഷേപ്പാണത്? ഇറ്റ്സ് എ ഡോം ഷേപ്ഡ് അല്ലേ. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഇറ്റ്സ് ഈ ബ്ലൂ പാർട്ടിൽ കാണുന്നതാണ്. ഇറ്റ്സ് എ ഡോം ഷേപ്ഡ് ആണ് അല്ലേ. അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കിൻ്റെ അപ്പർ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ. ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ജസ്റ്റ് അബവ് ആൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കാർഡിയ. എവിടെയാണ് ഇത്? കുറച്ച് മുകളിലായിട്ട് കാർഡിയ റീജിയണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഫണ്ടസ് റീജിയൻ കാണപ്പെടുന്നത്. എന്താ പറഞ്ഞത്? ഇറ്റ്സ് ലൊക്കേറ്റഡ്. എവിടെയാണ് ഈ ഫണ്ടസ് റീജിയൻ കാണപ്പെടുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ജസ്റ്റ് എബവ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ കാർഡിയ. അതായത് കുറച്ച് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ, കാർഡിയാക് റീജിയൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ലൊക്കേഷൻ കാണപ്പെടുന്നത്. ദിസ് റീജിയൻ ഓഫൺ ഫിൽസ് വിത്ത് എയർ ഓർ ഗ്യാസ് വെൻ ഫുഡ് എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്.
അപ്പോൾ ഈ റീജിയണിൽ എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? എയറും ഗ്യാസുമാണ്. എയർ ഓർ ഗ്യാസ് എന്തായിരിക്കും? എയർ ഓർ ഗ്യാസ് ഫിൽഡ് വിത്ത് ദിസ് റീജിയൺ, ഓഫൺ ഫിൽഡ് വിത്ത് ദിസ് റീജിയൻ വെൻ എപ്പോഴാണ് ഫുഡ് എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് എന്ത് ഫില്ല് ചെയ്യപ്പെടും? നമ്മുടെ എയർ ഫില്ല് ചെയ്യപ്പെടും, സ്റ്റൊമക്കിനുള്ളിലെ ഗ്യാസ് ഫില്ല് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പാർട്സിനെ 4ആയിട്ട് തരംതിരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് കാർഡിയ പറഞ്ഞു, ദെൻ ബോഡി പറഞ്ഞു, ഫണ്ടസ് പറഞ്ഞു, ഇനി എന്താണ് നെക്സ്റ്റ് ഈസ് പൈലോറസ്. മനസ്സിലായല്ലോ? ദെൻ പൈലോറസ് ആണ്. എന്താണ് പൈലോറസ് റീജിയൺ? ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാണുന്നതാണ് പൈലോറസ് റീജിയൺ. എന്താണിത്? പൈലോറസ് റീജിയൺ എന്ന് പറയുന്നത്. ആൻഡ് ദ പൈലോറസ് ഈസ് ദ നാരോ, എന്താ പറഞ്ഞേ? ദ പൈലോറസ് ഈസ് ദ നാരോ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. ഈ നാരോയിങ് ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്, ഈ സ്റ്റൊമക്കിൻ്റെ ബോഡിയുടെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത്. അത് ഡിയോഡിനുമായിട്ട് കണക്റ്റ് ആകും. പിന്നെ എന്തുമായിട്ട് കണക്റ്റ് ആകും? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട്. ഡിയോഡിനുമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുമായിട്ട് ഇത് കണക്റ്റ് ആവും. അപ്പോൾ ബോഡിയുടെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു കേട്ടോ. അപ്പോൾ ദ പൈലോറസ് ഈസ് ദ നാരോ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ നാരോ, അതായത് ഇടുങ്ങിയ ഭാഗമാണ്. ദാറ്റ് കണക്ട് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് ഏത് ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്നു? നെക്സ്റ്റ് പാർട്ട് ഏതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ഈ നമ്മുടെ പൈലോറസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ദ പൈലോറിക് ആൻഡ്രം, ഒന്ന് ഏതാണ്? ഈ ഒരു ഭാഗമാണ് പൈലോറിക് ആൻഡ്രം. ഇത് കണ്ടോ, ഇത് പൈലോറിക് ആൻഡ്രവും ഈ കാണപ്പെടുന്നത് അതിൻ്റെ കനാൽ എന്ന് പറയും. എന്താണ്? പൈലോറിക് കനാലാണ്. അപ്പം ഈ കണക്ട് ടു ദ ബോഡി പാർട്ട് ഇത് എവിടെയുമായിട്ടാണ് കാണപ്പെടുന്നത്? ഈ പൈലോറിക് ആൻഡ്രം എന്തുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്? നമ്മുടെ ബോഡി, ഇതിൻ്റെ സ്റ്റൊമക്കിൻ്റെ ബോഡി റീജിയൻ ആണ് ഈ കാണപ്പെടുന്നത് അല്ലേ? ലാർജസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നു പൈലോറിക് ആൻഡ്രം. അതിൻ്റെ തൊട്ട് താഴെയുള്ള പാർട്ട് എന്താണ്? അത് ഒരു കനാൽ പോലെ കാണാം, പൈലോറിക് കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഈ കാണപ്പെടുന്നത് എന്താണ്? പൈലോറിക് കനാലാണ്. ഓക്കെ, ദെൻ വിച്ച് ലീഡ്സ് ടു ദ ഡ്യോഡിനം. ഇത് എങ്ങോട്ടാണ് കണക്റ്റ് ആവുന്നത്? ഈ കനാൽ ദെൻ ലീഡ്സ് ടു ദ, ഈ പൈലോറിക് കനാൽ ലീഡ്സ് ടു ദ ഡ്യോഡിനം, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദ പൈലോറിക് സ്പിങ്ക്റ്റർ, ദെൻ എന്താണ്? ദ പൈലോറിക് സ്പിങ്ക്റ്റർ എ റിംഗ് ഓഫ് മസിൽസ്. ഇവിടെ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് റിംഗ് ഓഫ് മസിൽസ് ഇവിടെയും ഉണ്ട്. എവിടെയാണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനും നമ്മുടെ ലോവസ്റ്റ് പാർട്ട്, എന്തിൻ്റെ? സ്റ്റൊമക്കിൻ്റെ ലോവസ്റ്റ് പാർട്ടായ പൈലോറിക് കനാൽ റീജിയണും തമ്മിൽ കണക്റ്റ് ആവുന്ന ആ ഒരു ഭാഗത്തും ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്, ഒരു വാൽവ് ഷേപ്പ്ഡ് മസിൽസ് ഉണ്ട്. ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ്, അതൊരു ഡോറ് പോലാണ് ഇത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ ഫുഡ് ഉള്ളപ്പോൾ ഈ ഡോർ എപ്പോഴും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് സ്റ്റൊമക്കിലെ ഫുഡ് ഗ്രൈൻഡ് ചെയ്യപ്പെട്ട് കൈം ഫോമിലാകുമ്പോൾ മാത്രമേ കുറച്ച് മാത്രം ഈ ഒരു വാൽവ് ഓപ്പണായി സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് കടത്തി വിടുകയുള്ളൂ കേട്ടോ. കുറച്ചായിട്ട് ഓപ്പൺ ക്ലോസ് അങ്ങനെ കുറച്ചൊരു ബോളസ് ആക്കിയാണ് ഇത് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യപ്പെടുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എൻറ്റർ ചെയ്യപ്പെടുന്നത്. ഇതെന്താണ്? ഇത് പൈലോറിക് സ്പിങ്ക്റ്റർ എ റിംഗ് ഓഫ് മസിൽസ്. എന്താണ്? അതിൻ്റെ ഷേപ്പ് എങ്ങാണ്? ഒരു റിങ് പോലെ, മസിൽസ് റിങ് ആണ് അല്ലേ? അതിന് വാൽവാണ്, ഇറ്റ്സ് ഡോറ് പോലെ പ്രവർത്തിക്കും കേട്ടോ. ദ പൈലോറിക് സ്പിങ്ക്റ്റർ എ റിംഗ് ഓഫ് മസിൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പൈലോറസ്. ഇതാണ് എൻഡ് ഓഫ് ദ പൈലോറസ്. എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഡ്യോഡിനുമായിട്ട് അവിടെ കണക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ ദ പൈലോറിക് സ്പിങ്ക്റ്റർ എ റിംഗ് മസിൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പൈലോറസ് കൺട്രോൾസ് ദ റിലീസ് ഓഫ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ദാറ്റ് ഈസ് കോൾഡ് ദ കൈം. അതായത് നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ചേണിങ് പ്രോസസ്സ് നടന്നു. അപ്പോൾ അത് എവിടെ? പാർഷ്യലി ഡൈജസ്റ്റഡ് ആണ്, ഫുള്ളി ഡൈജസ്റ്റ് അല്ല. ഫുള്ളി ഡൈജസ്റ്റ് ആവുന്നില്ല. ഡൈജഷൻ ഫുള്ളും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും എന്ത് നടക്കുന്നുണ്ട്? ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ? അവിടെ എന്ത് നടക്കണം? അബ്സോർപ്ഷനൊക്കെ നടക്കണം. അപ്പോൾ ഈ പാർഷ്യലി, പകുതി ഡൈജസ്റ്റഡ് ആയ ഫുഡിന് ആ ഒരു ഫോം എന്താ പറയുന്നത്? നമ്മൾ കൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ കൈം. അതെങ്ങോട്ട് എൻറ്റർ ചെയ്യപ്പെടും? നമ്മളുടെ ഈ വാൽവ് ഓപ്പണായി, ഇവിടെ ഒരു വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു, ആ വാൽവ് ഓപ്പണായി നമ്മുടെ ഡ്യോഡിനത്തിലോട്ട് എൻറ്റർ ചെയ്യപ്പെടും. അപ്പം ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് അങ്ങോട്ട് റിലീസ് ചെയ്യപ്പെടും. ഈ വാൽവ് ഓപ്പൺ ആയിട്ട് കുറച്ച് ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ടല്ല, കുറേശ്ശെ വാൽവ് ഓപ്പൺ ആകും, പിന്നെ ഇങ്ങോട്ട് എൻട്രി ചെയ്യപ്പെടും. ഈ വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഈ മസിൽ റിങ് പോലുള്ള ഈ വാൽവ് ഓപ്പൺ ആയിട്ട് നമ്മുടെ തൊട്ട് പാർട്ടിലോട്ട് ഇതെന്ത് ചെയ്യും? ഈ കൈമ് എൻട്രി ചെയ്യപ്പെടും, അല്ലെ റിലീസ്, അങ്ങോട്ട് റിലീസ് നെക്സ്റ്റ് പാർട്ടിലോട്ട് റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ പൈലോറസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പൈലോറസിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? പൈലോറസ് ഈസ് ഡിവൈഡഡ് ഇൻടു പൈലോറിക് ആൻഡ്രം
ഈ ഒരു നമ്മുടെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ബോഡി, അതായത് ഈ ലാർജസ്റ്റ് പാർട്ട് അതുമായിട്ട് കണക്റ്റ് ആവുന്ന ആ ഒരു റീജിയൺ, ഈ ഒരു റീജിയനാണ് എന്ത് പൈലോറിക് ആൻഡ്രം എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ ഒരു കനാൽ പോലെ കാണപ്പെടുന്ന പൈലോറിക് കനാൽ എന്ന് പറയും. എന്തെന്ന് പറയും? ഇത് പൈലോറിക് കനാലാണേ. ആൻഡ് ഇതിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഇവിടെ എന്തുണ്ട്? ഒരു വാൽവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 വാൽവിനെ പറ്റി പറഞ്ഞു. സ്റ്റൊമക്കിനുള്ളിൽ നമ്മൾ തുടങ്ങുന്ന ഈസോഫാഗസും സ്റ്റൊമക്ക് തമ്മിൽ കണക്റ്റ് ആകുന്ന ഭാഗത്ത് ലോവർ ഈസോഫാഗസ് സ്പിങ്ക്റ്റർ ഓർ കാർഡിയാക് സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞു. ഏറ്റവും താഴെ എന്താണ്? ഡ്യൂഡിഡമായിട്ട് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് കണക്റ്റ് ആവുന്ന ആ സൈഡിലും എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വാൽവിൻ്റെ പേരെന്താ പറഞ്ഞത്? നമ്മൾ പൈലോറിക് സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് കോൾഡ് ദ പൈലോറിക് സ്പിങ്ക്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പൈലോറസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പാർട്സിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ച്, റീജിയണെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർഡിയ, ഫണ്ടസ്, ബോഡി ആൻഡ് പൈലോറസ്. ദെൻ നമ്മുടെ സ്റ്റൊമക്സിൻ്റെ വോളിനെ എന്ത്? ലെയർ ഓർ വോൾ ഓഫ് ദ സ്റ്റൊമക്ക്. എന്തെന്ന് പറയുന്നത്? ലെയർ ഓർ വോൾ ഓഫ് ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈ സ്റ്റൊമക്കിന് എത്ര ലെയറുകളുണ്ടെന്ന് നോക്കാം. അപ്പം മസിൽ ലെയർ ഉണ്ട്. ഒന്നെന്താണ്? മസിൽ ലെയർ ഉണ്ട്. മസിൽ ലെയർ കൺസിസ്റ്റ് 3 ലെയർ. ഈ മസിൽ ലെയർ എന്ന് പറയുന്ന 3 ലെയർ ഉണ്ട്. ഓഫ് സ്മൂത്ത് മസിൽ ഫൈബർ. ഇവിടെ എങ്ങനെയുള്ള മസിൽ ലെയർ ആണുള്ളത്? സ്മൂത്ത് മസിൽ ഫൈബർ ആണുള്ളത് കേട്ടോ, ശ്രദ്ധിച്ചോണേ. സ്മൂത്ത് മസിൽ ഫൈബറാണ് ഉള്ളത്. അത് 3 ലെയേഴ്സ് ഉണ്ട്. എത്ര ലെയേഴ്സ് ഉണ്ട്? ഈ മസ്കുലാരിസ് ആണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ പിക്ചറിനകത്ത്? ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാലോ 3 ലെയർ ഉണ്ടല്ലേ. 1 2 3 3 ലെയറുകളുണ്ട്. അപ്പം മസിൽ ലെയർ, അതിന് എങ്ങനെയുള്ള മസിൽ ലെയറാണ്? സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആണത്. എന്താണ്? സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് 3 ലെയർ. എത്ര ലെയർ ഉണ്ട്? സ്മൂത്ത് മസിൽ ഫൈബേഴ്സിൻ്റെ 3 ലെയറുകളാണുള്ളത്. മസ്കുലാരിസ് ലെയർ അല്ലെങ്കിൽ മസ്കുലർ ലെയർ. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വോൾസിന് എത്ര ലെയറുകളുണ്ട്? മസിൽ ലെയർ എന്ന് പറയുന്ന 3 എണ്ണമാണ്. അത് സ്മൂത്ത് മസിൽ ഫൈബറാണ് കേട്ടോ. അപ്പം 3 ലെയറുണ്ട്. ഇനി അതിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ആ മസിൽ ലെയറിനെ തന്നെ ആ മസിൽ ലെയറിനെ തന്നെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ ഔട്ടർ ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബർ. സ്മൂത്ത് ഫൈബർ മസിൽസ് ആണെന്ന് പറഞ്ഞല്ലോ. മസിൽ ഫൈബർ സ്മൂത്ത് മസിൽ ഫൈബർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുമ്പോൾ ദണ്ഡി ലെയർ ആയിരിക്കും കേട്ടോ. ദണ്ഡി കാണുന്ന ലെയറാണ് ഔട്ടർ ലെയർ. ആൻഡ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബറാണ്. എന്താണത്? ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബർ. ആൻഡ് ദ മിഡിൽ ലെയർ, ദിസ് ഈസ് ദ മിഡിൽ ലെയർ. ഈ നടുക്ക് കാണുന്നതാണ് മിഡിൽ ലെയർ. ദാറ്റ് ഈസ് ദ സർക്കുലർ ഫൈബർ. എങ്ങനെയുള്ള ഫൈബറാണത്? ഇറ്റ്സ് എ സർക്കുലർ ഫൈബർ. അപ്പം മസിൽ ലെയർ തന്നെ 3 ടൈപ്പ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ മസിൽ ഫൈബർ, സ്മൂത്ത് മസിൽ ഫൈബർ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന്? ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബർ ആണെന്ന് പറഞ്ഞു. മിഡിൽ ലെയർ ഈ സർക്കുലർ ഫൈബർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദ ഇന്നർ ലെയർ, അതായത് ഇന്നർ പാർട്ടിൽ കാണപ്പെടുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഒബ്ലിക് ഫൈബർ ലെയർ ആണ്. എന്താണ്? ഇന്നർ ലെയർ ഓഫ് ഒബ്ലിക് ഫൈബർ. അപ്പം മസിൽ ലെയർ എന്ന് പറയുന്ന 3 ലെയറുകളുണ്ടെന്ന് പറഞ്ഞു. മസ്കുലർ ലെയർ, നമ്മുടെ വോൾസ് ഓഫ് ദ സ്റ്റൊമക്ക് അതിൻ്റെ ലെയറുകൾ 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് 3 ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആൻഡ് ഔട്ടർ ലെയർ. ഏറ്റവും വെളിവശത്ത് കാണപ്പെടുന്ന ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബർ എന്ന് പറഞ്ഞു. ദെൻ മിഡിൽ ലെയർ എന്താണെന്ന് പറഞ്ഞു? സർക്കുലർ ഫൈബർ. ആൻഡ് ഇന്നർ ലെയർ ഈസ് ഒബ്ലിക് ഫൈബർ. അപ്പം നോട്ട് ചെയ്ത് പഠിക്കണം ഇതൊക്കെ കേട്ടോ. അപ്പം ദെൻ നെക്സ്റ്റ് എന്താണ്? മ്യൂക്കോസ. എന്താണ്? നമ്മൾ മസിൽ ഫൈബേഴ്സിനെ പറ്റി പറഞ്ഞു, മസിൽ ലെയറിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്? മ്യൂക്കോസ. എന്താണ് മ്യൂക്കോസ? ഈ ഒരു പാർട്ടിൽ ഏറ്റവും സബ്സെ ഇന്നർ പാർട്ടാണ് കേട്ടോ മ്യൂക്കോസ ലെയർ, ഏറ്റവും ഉൾവശത്ത് കാണപ്പെടുന്നത്. അപ്പം ദിസ് ഈസ് മ്യൂക്കോസ ലെയർ. ദിസ് ലെയർ ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നതാണ് മ്യൂക്കോസ ലെയർ. ആൻഡ് റിലീസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കി പഠിച്ചോണേ, എഴുതി പഠിക്കണം കേട്ടോ. അപ്പം ഈ മ്യൂക്കോസ ലെയർ എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നു? ഇറ്റ് റിലീസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്ത് റിലീസ് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് റിലീസ് ചെയ്യുന്നു. ഓൾസോ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടാതെ ഇറ്റ് ഓൾസോ ന്യൂമറസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആർ പ്രസൻറ്റ് ബിലോ ദ സർഫസ് വിച്ച് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈ അതായത് മസ്കുലർ അല്ല, മ്യൂക്കസ് ലെയറുകൾക്ക്, ഈ മ്യൂക്കസ് ലെയറിൻ്റെ ഇടയിൽ എന്ത് കാണപ്പെടുന്നു?
എന്തുണ്ട്, ഗ്ലാൻസ് ഉണ്ട്. എന്ത് ഗ്ലാൻസ് ഉണ്ട്? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പ്രസൻ്റ് ആണ്. എന്ത് പ്രസൻ്റ് ആണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പ്രസൻ്റ് ആണ് ബിലോ ദ സർഫസ്. എന്തിൻ്റെ? ഈ നമ്മുടെ മ്യൂക്കസ് ലെയറിൻ്റെ ബിലോ സർഫസിൽ, താഴത്തെ സർഫസിലായിട്ട് എന്ത് കാണപ്പെടുന്നു? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. അത് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ദാറ്റ് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് സ്റ്റൊമക്കിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡുകളാണ്? നമ്മുടെ മ്യൂക്കസ് ലെയറിൻ്റെ ഇടയിൽ ലോവർ സർഫസ് ഏരിയയിൽ എന്ത് കാണപ്പെടുന്നു? ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ കാണപ്പെടുന്നു. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ എന്ത് റിലീസ് ചെയ്യുന്നു? ഗ്യാസ്ട്രിക് ജ്യൂസ് റിലീസ് ചെയ്യുന്നു ഇൻ ടു ദ സ്റ്റൊമക്ക്. ദാറ്റ് ഹെൽപ്സ് ടു ഡൈജഷൻ. അത് എന്തിനു സഹായിക്കും? ഡൈജഷന് സഹായിക്കും. ദെൻ ഈ മ്യൂക്കസ് ലെയറിന് തൊട്ട് താഴെ സബ് മീൻസ് അണ്ടർ. എന്താണ് സബിൻ്റെ മതലബ്? അർത്ഥം എന്താണ്? അണ്ടർ. അപ്പം മ്യൂക്കോസ ലെയറിൻ്റെ മറ്റൊരു തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയർ എന്താണ്? സബ് മ്യൂക്കോസ ലെയർ, അതായത് മ്യൂക്കസ് ലെയറിന് തൊട്ട് താഴെ കാണപ്പെടുന്നത്. അപ്പം ഇറ്റ് കണ്ടെയ്ൻസ് നെർവ്സ്. എന്തൊക്കെ കാണപ്പെടുന്നു? സബ് മ്യൂക്കോസ ലെയറിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? നെർവ് കാണപ്പെടുന്നു, അല്ലേ? നെർവ് എന്തിനു സഹായിക്കും? നമ്മുടെ ഈ ഇത് സ്റ്റൊമക്കിനുള്ളിൽ ഡൈജഷനൊക്കെ നടക്കുന്നത് നമ്മളുടെ കൺട്രോളിലല്ലേ, അല്ലേ? അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? നെർവുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ആൻഡ് എന്തും കൂടെ ചെയ്യുന്നത് മ്യൂക്കോസയെ സപ്പോർട്ട് ചെയ്യുന്നു. മ്യൂക്കോസ ലെയറിനെ സബ് മ്യൂക്കോസ ലെയർ മ്യൂക്കോസ് ലെയറിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ സബ് മ്യൂക്കോസ ലെയറിൽ എന്തൊക്കെ കാണപ്പെടുന്നു? നെർവ് കാണപ്പെടുന്നു, ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നു, കേട്ടോ. ഓൾസോ ഇറ്റ് സപ്പോർട്ട് മ്യൂക്കോസ ലെയർ. ഓക്കെ. അപ്പം ഇന്നർമോസ്റ്റ് ഏറ്റവും അകത്ത് കാണപ്പെടുന്ന ലെയർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മ്യൂക്കോസ ലെയറാണ്. അതിൻ്റെ ഇടയിൽ സബ് മ്യൂക്കോസ ലെയർ, പിന്നെ അതിൻ്റെ വെളിയിലായിട്ട് എന്തുണ്ട്? മസിൽ ലെയർ ഉണ്ട്. ആ മസിൽ ലെയർ 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞ മസിൽ ലെയറുകൾ? ഇറ്റ്സ് എ സ്മൂത്ത് ഫൈബർ മസിൽ ലെയേഴ്സ് ആണ്. ആൻഡ് ഔട്ടർ ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബർ, മിഡിൽ ലെയർ ഓഫ് സർക്കുലർ ഫൈബർ ആൻഡ് ഇന്നർ ലെയർ ഓഫ് ഒബ്ലിക് ഫൈബർ. ഇത്രയുമാണ്. അത് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്റ്റൊമക്കിനുള്ളിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്ന മ്യൂക്കോസ ലെയർ ആണ്, കേട്ടോ. അപ്പം മ്യൂക്കോസ ലെയറിൻ്റെ എന്താണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ മ്യൂക്കോസ ലെയറിന് ഏറ്റവും താഴത്തെ സർഫസ് ഏരിയയിൽ എന്ത് കാണപ്പെടുന്നു? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണപ്പെടുന്നു. ദാറ്റ് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. ക്ലിയർ അല്ലേ? ദെൻ കം ടു ദ സ്പിങ്ക്റ്റർ ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മൾ സ്പിങ്ക്റ്ററിനെ പറ്റി ഓൾറെഡി പറഞ്ഞല്ലേ? 2 സ്പിങ്ക്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിയാക് സ്പിങ്ക്റ്റർ, ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് സ്പിങ്ക്റ്റർ. അതൊന്നും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാമേ. ദ സ്റ്റൊമക്ക് ഈസ് കണ്ടിന്യൂസ് വിത്ത് ഈസോഫാഗസ് അറ്റ് കാർഡിയാക് സ്പിങ്ക്റ്റർ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നില്ലേ, നമ്മുടെ ഫുഡ് പൈപ്പുമായിട്ട് സ്റ്റൊമക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു റീജിയണിൽ എന്തുകൊണ്ടൊരു സ്പിങ്ക്റ്റർ ഉണ്ട്. അതെന്താണ്? കാർഡിയാക് സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞു, അല്ലേ? ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു? നമ്മുടെ ഈസോഫാഗസും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ റീജിയണുമായിട്ട്, കാർഡിയാക് റീജിയണുമായിട്ട്, സ്റ്റൊമക്കിൻ്റെ കാർഡിയ റീജിയണുമായിട്ട്. ഇത് അതുകൊണ്ട് അതിന് നമ്മൾ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ എന്നും അല്ലെങ്കിൽ അതിനെ കാർഡിയ സ്പിങ്ക്റ്റർ എന്നും നമ്മൾ വിളിച്ചല്ലേ. ദെൻ പൈലോറിക് സ്പിങ്ക്റ്റർ പറഞ്ഞു. പൈലോറിക് സ്പിങ്ക്റ്റർ എവിടെയാണ് പറഞ്ഞത്? സ്റ്റൊമക്ക് ഈസ് കണ്ടിന്യൂസ് വിത്ത് ഡിയോഡിനം അറ്റ് പൈലോറിക് സ്പിങ്ക്റ്റർ. വെൻ ദ സ്റ്റൊമക്ക് ഈസ് ഇനാക്റ്റീവ് ദ പൈലോറിക് സ്പിങ്ക്റ്റർ ഈസ് റിലാക്സ് ആൻഡ് ഓപ്പൺ, ആൻഡ് വെൻ ദ സ്റ്റൊമക്ക് ഫുഡ് ദ സ്പിങ്ക്റ്റർ ഈസ് ക്ലോസ്ഡ്. അതായത് നമ്മളുടെ സ്റ്റൊമക്കിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കത്തില്ലേ, ആ സമയത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാർഡിയാക് സ്പിങ്ക്റ്റർ എന്തായിരിക്കും? ഈ ഡിയോഡിനത്തിനോട്ടുള്ള ആ ഒരു ഭാഗത്തെ ആ ഒരു ഡോർ, അല്ലെങ്കിൽ ആ ഒരു വാൽവ്, അല്ലെങ്കിൽ അതിനെന്ത് പറയാം? സ്പിങ്ക്റ്റർ എന്ന് പറയാം, അല്ലേ? അതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും, കേട്ടോ. അപ്പോൾ 2 സ്പിങ്ക്റ്റർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നതാണ്. ഫസ്റ്റ് ലോവർ ഈസോഫാഗൽ സ്പിങ്ക്റ്റർ അല്ലെങ്കിൽ കാർഡിയാക് സ്പിങ്ക്റ്റർ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്പിങ്ക്റ്റർ എന്താണ്? വാൽവ് എന്താണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലോവർ പാർട്ട് കണക്റ്റ് ആവുന്ന ആ ഒരു റിംഗ് മസ്കുലർ ലെയർ ആണത്. റിംഗ് പോലെ കാണപ്പെടുന്ന ഒരു മസിൽസ് ആണത്, കേട്ടോ. അത് ഓപ്പൺ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ദെൻ സ്റ്റൊമക്കിനുള്ളിൽ എന്തുണ്ട്? ഗ്യാസ്ട്രിക് ഫോൾഡ്സ് ഓർ റൂഗെ. എന്തെന്ന് പറയും? ഗ്യാസ്ട്രിക് ഫോൾഡ് അല്ലെങ്കിൽ അതിനെ റൂഗെ എന്ന് പറയും. കോയിൽഡ് സെക്ഷൻ ഓഫ് ടിഷ്യൂ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലെയർ ഓഫ് സ്റ്റൊമക്ക്. They provide elasticity by allowing the stomach to expand and when the bolus enters it. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം, കേട്ടോ. നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലെ ഇതിൻ്റെ ഈ കാണപ്പെടുന്നതാണ് റൂഗെ. ഈ ഫോൾഡ് പോലെ കാണപ്പെടുന്നില്ല, ഇതിനുള്ളിലെല്ലാം എന്തുണ്ട്? ഫോൾഡ് പോലെ. ഇത് വളരെ സ്മൂത്ത് ആണെങ്കിൽ നമ്മളുടെ ഫുഡ് ഇങ്ങനെ ഡൈജസ്റ്റ് ആകുമോ? ഇല്ല. ഈ ഒരു റൂഗെ
ഗ്യാസ്ട്രിക് ഫോൾസ് എന്തിനു സഹായിക്കുന്നു? നമ്മുടെ കഴിച്ച ആഹാരമുണ്ടല്ലോ അത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ളിൽ ഈ മൂവ്മെൻറ്റ് നടക്കുമല്ലോ, സ്റ്റൊമക്കിനുള്ളിൽ ഈ മൂവ്മെൻറ്റ് ചേണിങ്, അതിനെന്താ പറയുന്നത്? ചേണിങ്. ഇറ്റ് ഈസ് കോൾഡ് ദ ചേണിങ്. ആ ചേണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്മൾ കഴിച്ച് ഫുഡ് സ്റ്റൊമക്കിനുള്ളിൽ എന്താകും? ചേണിങ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ആ ഒരു തിക്ക് രൂപമാകും. എന്താകും? ഒരു ഗ്രൈൻഡ് ചെയ്ത് തിക്ക് ഫോമിലാകുമല്ലോ. നമ്മൾ അരച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? കട്ടിക്കിരിക്കത്തില്ലേ, അരഞ്ഞിരിക്കത്തില്ലേ? അപ്പോൾ അതുപോലെ ആ ഒരു ഫോമിലേക്ക് ഫുഡ് മാറും. അന്നേരം നമ്മൾ അതിനെ കൈം എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് കൈം. ആ ഒരു പ്രോസസ്സിങ്, ആ ഗ്രൈൻഡിങ് പ്രോസസ്സിങ് നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ നടക്കുമ്പോൾ ഇതിനുള്ളിലെല്ലാം എന്നെ റഫ് പാർട്ട് കണ്ടോ, ഇറ്റ് ഈസ് ഫോൾഡ് പോലെ കാണപ്പെടുന്ന ഇതെന്താണ്? അതിനെ ചേണിങ് ചെയ്യാൻ, അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ, ആ കഴിച്ച ആഹാരത്തിനെ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ ചേണിങ് പ്രോസസ്സിൽ ഇതിനെ ഗ്രൈൻഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിനെ നമ്മൾ പറയുന്നത് ചേണിങ് എന്നാണ്. എന്താണ്? ചേണിങ് എന്നാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ്ട്രിക് ഫോൾസ് ഓർ റുഗെ, അതിന് എന്തെന്ന് വിളിക്കും? നമ്മൾ റുഗെ എന്ന് വിളിക്കും. കോയിൽഡ് സെക്ഷൻ ഓഫ് ടിഷ്യൂ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലെയർ ഓഫ് സ്റ്റൊമക്കിൻ്റെ ലെയറുകളിനുള്ളിൽ കാണപ്പെടുന്നതാണ്. ദേ പ്രൊവൈഡ് ഇലാസ്റ്റിസിറ്റി. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പ്രൊവൈഡ് ഇലാസ്റ്റിസിറ്റി ബൈ അലോയിങ് ദ സ്റ്റൊമക്ക് ടു എക്സ്പാൻഡ് വെൻ ബോളസ് എൻറ്റേഴ്സ് ഇറ്റ്. അപ്പം നമ്മുടെ ഈ സ്റ്റൊമക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം ബോളസ് ആയിട്ടാണ് നമ്മുടെ, അതായത് നമ്മൾ വയലിൽ ചവച്ചരച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഉരുണ്ടു പോകത്തില്ല. അതിന് ആ ഒരു രൂപത്തിൽ നമ്മൾ ബോളസ് എന്നാണ്, അങ്ങനെയാണ് നമ്മൾ സ്വാളോ ചെയ്യുന്നത്. അത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എൻട്രി ചെയ്യത്തില്ലേ? എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ ബോളസിനെ അവിടെ എന്ത് ചെയ്യപ്പെടും? വീണ്ടും അതിനെ ചേണിങ് പ്രോസസ്സിലൂടെ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കും. പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? കൈമെന്ന് വിളിക്കും. ആ പേസ്റ്റ് ഫോം കുറേശ്ശെ ആയിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗമാണ്. നമ്മൾ 2 സ്പിങ്ക്ടർ പറഞ്ഞു. ഒന്ന് ഈ റീജിയണിലൊരു സ്പിങ്ക്ടർ ഉണ്ട്, വാൽവുണ്ട്. ഈ റീജിയണിലും സ്പിങ്ക്ടർ ഉണ്ട്. ഇപ്പോൾ ഇനി കൈ കുറച്ചിട്ടായിട്ട് ഈ സ്പിങ്ക്ടർ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകും കേട്ടോ. ഇവിടുന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം ഫുഡ് പൈപ്പ് വഴി നമ്മുടെ ഈ വാൽവ് ഓപ്പൺ ആകും. നമ്മൾ ബോളസ് വിഴുങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഈ വാൽവ് ഓപ്പണായി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യും കേട്ടോ. അപ്പം ഗ്യാസ്ട്രിക് ഫോൾസ് ഓർ റുഗെ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമക്ക്? ടെമ്പററി ഫുഡ് സ്റ്റോറേജ്. ഫസ്റ്റ് വൺ എന്താണ്? ടെമ്പററി ഫുഡ് സ്റ്റോറേജ് ആണ്. കുറച്ച് നേരത്തേക്ക് അത് ടെമ്പററി ആയിട്ട് ഫുഡിനെ സ്റ്റോറേജ് ചെയ്ത് വെക്കും. കുറച്ച് നേരത്തേക്കുള്ളല്ലോ, പിന്നെ അത് ഡൈജസ്റ്റ് ആയിട്ട് പിന്നെ അടുത്ത പാർട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അതിനെ കടത്തി വിടണമല്ലോ. ദ സ്റ്റൊമക്ക് ആക്ട് ആസ് എ ഹോൾഡിംഗ് ടാങ്ക്. എന്താണ് ഇറ്റ്? ആക്ട് ആസ് എ ഹോൾഡിംഗ് ടാങ്ക് അലോയിങ് യു ടു കൺസ്യൂം എ മീൽ മച്ച് ഫാസ്റ്റർ ദാൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ക്യാൻ പ്രോസസ് ഇറ്റ്. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിനെ ഈ ടാങ്കിനുള്ളിൽ ഇതെന്ത് ചെയ്യും? അലോ ചെയ്യും, ദെൻ കൺസ്യൂം ചെയ്യും, മീലിനെ കൺസ്യൂം ചെയ്യും. അതായത് ഈ ഒരു സ്റ്റൊമക്കിനുള്ളിൽ പാർഷ്യലി ഡൈജഷനൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. ദെൻ എത്ര തരം ഡൈജഷൻ ഉണ്ട്? മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്, കെമിക്കൽ ഡൈജഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്താണ്? ദ സ്റ്റൊമക്സ് 3 layers ഓഫ് മസിൽസ്. നമ്മൾ പറഞ്ഞ 3 ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ മസിൽസിനെ പറ്റി പഠിച്ചില്ലേ? ലെയറുകളാണ്. ദ സ്റ്റൊമക്ക് 3 ലെയർ ഓഫ് മസിൽസ് ചേൺ ആൻഡ് മിക്സ് ഫുഡ്. ഇതിനെ എന്ത് ചെയ്യും? ഈ ഫുഡിനെ, നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ചെന്ന ഫുഡിനെ എന്ത് ചെയ്യും? ചേണിങ് മിക്സിങ് പ്രോസസ്സ് നടക്കും. എ പ്രോസസ് കോൾഡ് മാസറേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? മാസറേഷൻ. നോട്ട് ചെയ്ത് വെക്കണേ. ടു ഫിസിക്കലി ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഇത് എന്ത് ചെയ്യപ്പെടും? ഫിസിക്കലി അത് എന്ത് ചെയ്യപ്പെടും? നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ സ്മോളർ പാർട്ടിക്കിൾസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ദ സ്റ്റൊമക്സ് 3 layers ഓഫ് മസിൽ ചേൺ ആൻഡ് മിക്സ് ഫുഡ്. എ പ്രോസസ് കോൾഡ് മാസറേഷൻ ടു ഫിസിക്കലി ബ്രേക്ക് down to smaller particles. Then chemical digestion, it secretes gastric juice. അപ്പം എന്തിൻ്റെ സഹായത്തോടെയാണ് ഇവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ? നമ്മുടെ സ്റ്റൊമക്സിനുള്ളിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്, വിച്ച് കണ്ടെയ്ൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു ജ്യൂസ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ആൻഡ് പെപ്സിൻ എന്ന് പറയുന്ന ജ്യൂസ് ഉണ്ട് അല്ലേ? എൻസൈം ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ഡെൻറ്റേഴ്സ് പ്രോട്ടീൻസ് ആൻഡ് ആക്ടിവേറ്റ് പെപ്സിൻ. ഇവിടെ എന്ത് ചെയ്യും? പെപ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് എൻസൈം ദാറ്റ് ബിഗിൻസ് ദ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. അത് എന്തിനു സഹായിക്കും? ഇവിടെ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ്റെ കെമിക്കൽ ബ്രേക്ക് ഡൗണിന് സഹായിക്കും. അതായത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന ഘടകമാണ് പെപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഫോർമേഷൻ ഓഫ് കൈം. ത്രൂ ബോത്ത് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് ദ ചൂവ്ഡ് ഫുഡ്, നമ്മൾ ചവച്ചരിച്ച് ബോളസാക്കി കഴിച്ച ഈ ഫുഡ് ഉണ്ടല്ലോ, ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെമി ലിക്വിഡ് മിക്സ്ചർ നോൺ ആസ് കൈം.
ഇപ്പോൾ ഫോർമേഷൻ ഓഫ് കൈം അല്ലേ, ത്രൂ ബോത്ത് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ processes, the chewed food is converted into semi liquid mixture known as chyme. നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ഈ ചൂട് ഫുഡിനെ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാകും, ഒരു മിക്സ്ചർ സെമി ലിക്വിഡ് മിക്സ്ചർ പോലെ ആകും. ഇറ്റ് ഈസ് കോൾഡ് നൂൺ ആസ് ദ കൈം. ആ ഒരു ഫോമിനെ നമുക്ക് ആ ഒരു പേസ്റ്റ് രൂപേണ ആവുന്ന ആ ഒരു ലിക്വിഡ് സെമി ലിക്വിഡ് മിക്സ്ചറിനെ എന്തെന്ന് വിളിക്കും, കൈം എന്ന് വിളിക്കും. ദെൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. ദ ഹൈലി ആസിഡിക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റഡ് ബൈ HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, കിൽസ് മോസ്റ്റ് ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോബ്സ് ഇൻജസ്റ്റഡ് വിത്ത് ഫുഡ്, പ്രൊവൈഡിങ് എ ഡിഫെൻസ് അഗെയിൻസ്റ്റ് പതോജൻസ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും പതോജൻസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആ ഒരു അസിഡിസിറ്റി, അതിനെ ആ ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് അതിനെ എന്ത് ചെയ്യും, കില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്, ഡിഫെൻസ് അഗെയിൻസ്റ്റ് പതോജൻസിനെതിരെ ഇവിടെ ഡിഫെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്, സ്റ്റൊമക്കിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. ദെൻ ലിമിറ്റഡ് അബ്സോർപ്ഷൻ, എല്ലാ അബ്സോർപ്ഷനും നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലല്ല നടക്കുന്നത് അല്ലേ, കുറച്ച് എവിടെയാണ് നടക്കുന്നത്, ഇൻറ്റസ്റ്റൈനിലുള്ളതാണ്. അപ്പം വൈൽ നോട്ട് ഇറ്റ്സ് പ്രൈമറി റോൾ, ദ സ്റ്റൊമക്ക് ക്യാൻ അബ്സോർബ് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ, കുറച്ച് എമൗണ്ട് വാട്ടർ മാത്രമേ അത് അബ്സോർബ് ചെയ്യുന്നുള്ളൂ സ്റ്റൊമക്കിനുള്ളിൽ. ദെൻ ആൽക്കഹോൾ ആൻഡ് സം ലിപ്പിഡ് സോലുബിൾ ഡ്രഗ്സ്, ഇതൊക്കെ നമ്മുടെ കുറച്ച് എമൗണ്ട് ഓഫ് സം ലിപ്പിഡ് സോലുബിൾ ഡ്രഗ്സ്, ആൽക്കഹോൾ, വാട്ടറൊക്കെ എവിടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, ഇൻ ദ സ്റ്റൊമക്കാണ് അല്ലേ. ദെൻ ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡക്ഷൻ, ദ സ്റ്റൊമക് പ്രൊഡ്യൂസസ് ആൻഡ് സെക്രീറ്റഡ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വിറ്റമിൻ B12 ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം ഈ ഒരു സ്റ്റൊമക്കിനുള്ളിൽ ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനെ സഹായിക്കും, നമ്മുടെ വിറ്റമിൻ 12 സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വിറ്റമിൻ 12 അബ്സോർബ് ചെയ്യാൻ ഈ ഒരു ഇൻട്രിൻസിക് ഫാക്ടർ സഹായിക്കുന്നുണ്ട്. ദെൻ ഹോർമോൺ സെക്രീഷൻ, ഇറ്റ് സെക്രീറ്റ്സ് ദ ഹോർമോൺ, ഏതൊക്കെയാണ് ആ ഹോർമോൺ, ഗ്യാസ്ട്രിൻ വിച്ച് സ്റ്റിമുലേറ്റ്സ് ഗ്യാസ്ട്രിക് ആസിഡ് പ്രൊഡക്ഷൻ ആൻഡ് മസിൽ കൺട്രാക്ഷൻ. എന്തിനു സഹായിക്കുന്നത്, ഗ്യാസ്ട്രിക് ആസിഡ് പ്രൊഡക്ഷനും മസിൽ കൺട്രാക്ഷനും ഈ ഹോർമോൺ സഹായിക്കുന്നു. അപ്പോൾ ഹോർമോൺ സെക്രീഷനും എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ നടക്കുന്നുണ്ട്. ദെൻ റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് എംറ്റിങ്, അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ് റെഗുലേഷൻ മോഡ്. ദ പൈലോറിക് സ്ഫിങ്ക്റ്റർ precisely controls the release of chyme into the small intestine, ensuring efficient digestion and absorption. അതായത് നമ്മുടെ ഈ പൈലോറിക് സ്ഫിങ്ക്റ്ററിൻ്റെ അടുത്തൊരു വാൽവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ഡോർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ പേസ്റ്റ് ഫോമായ കൈമെന്ന് വിളിച്ച് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, സെമി ലിക്വിഡ് മിക്സ്ചറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ഡൈജഷൻ നടന്ന സെമി ലിക്വിഡ് മിക്സ്ചർ ആയല്ലോ. അപ്പോൾ അതിന് കുറേശ്ശെ എങ്ങോട്ട് എൻ്റർ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു, സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഡ്യൂഡിലോട്ട് ഈ സ്ഫിങ്ക്റ്റർ ഓപ്പൺ ആയിട്ട് എൻ്റർ ചെയ്യപ്പെടത്തില്ലേ. അപ്പോൾ ആ ഒരു ഇതെന്താണ്, കൈം ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഷുറിങ് എഫിഷ്യൻറ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇതെന്തിന് അത് എൻഷുർ ചെയ്യുന്നു, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കറക്റ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് ഇത് എൻഷുർ ചെയ്യുന്നു. അപ്പം ഇത്രയും ഉള്ളൂ. നമ്മുടെ സ്റ്റൊമക്ക് വളരെ സിമ്പിളായിട്ടാണ് എടുത്തത്, മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്, വളരെ സിമ്പിളാക്കി തന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇൻറ്റസ്റ്റൈൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.